ഇന്ന് രാവിലെ തന്നെ കോളേജിൽ പോകാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി മുഴുവൻ നമ്മൾ കോളേജിൽ പോക്കും വരുത്തും പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ കൂടുതൽ വീഡിയോയിൽ വരിക. അപ്പോൾ രാവിലെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കുകയാണ്. വന്നിരുന്ന് കഴിഞ്ഞ് ഞാൻ പോകുന്നതിന് മുന്നേ മക്കൾ വരും. അപ്പം ഒരു ടാറ്റയൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ പോകാറ്. അത് കഴിയുമ്പോഴേക്കും നമ്മുടെ ബസ് വരും. നമ്മൾ ആ ബസ്സിന് കയറിയിട്ട് നമ്മുടെ മലനാടാണ് കേട്ടോ, അതിന് കയറി. ഇന്ന് എന്താണെന്നറിയില്ല, വലിയ തിരക്കില്ലാത്തതുകൊണ്ട് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അവിടെ നേരെ മീനങ്ങാടി വന്നിറങ്ങി. മീനങ്ങാടിയിൽ നിന്ന് നമ്മൾ ബത്തേരി ബസ് കയറി. 2 ദിവസമായി ഈ ബസ്സിൽ കയറുന്നതുകൊണ്ട് തന്നെ ഈ ബസ്സിൻ്റെ പേരെന്താണെന്ന് നോക്കാൻ മറന്നുപോയി. അത് കഴിഞ്ഞിട്ടില്ല, ഞാൻ ചുങ്കത്ത് വന്നിറങ്ങിയിട്ട് അവിടെ നിന്ന് നടക്കുകയാണ് കേട്ടോ. 10-15 മിനിറ്റ് നടക്കാനുള്ളതുകൊണ്ട് പതിയെ നടന്നു പോവാണ്. പിന്നെ ഫാർമസിയിലെ പിള്ളേരാണ് കേട്ടോ, അവരോട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ അനാട്ടമീൻ്റെ മായ മിസ്സ്. അത് ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞായിരുന്നു. മിസ്സ് അവിടെ എന്തോ എഴുതലും പറക്കലൊക്കെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പ്രിൻസിപ്പാളിനെ കാണാൻ പോയി. അത് കഴിഞ്ഞ് പിന്നെ കട്ട പോസ്റ്റാണ് ക്ലാസ്സിൽ വന്നിട്ട്. വേറൊന്നുമല്ലെന്നേ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൾ ഇതുവരെ തിരിച്ച് വന്നിട്ടില്ല കേട്ടോ. എന്ന് വെച്ചാൽ അവൾ വീട്ടിൽ പോയതാണ്, പൂജേൻ്റെ അവധിക്ക് പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ഫ്രഷേഴ്സ് ഡേ ആയതുകൊണ്ട് അവർ പിരിവിന് വന്നതാണ്. ഇതാണ് നമ്മുടെ നിഷ മിസ്സ്. ഞങ്ങൾ ഓരോ കാര്യം ചോദിക്കുന്നു, ആ മിസ്സ് ഉത്തരം പറയുന്നു. പിന്നെ ഞാൻ ഉച്ചയായപ്പോൾ ഫുഡ് കൊണ്ടുവരാത്തതുകൊണ്ട് ഇവർ 4 പേരും കൂടിയാണ് കേട്ടോ എനിക്ക് ഫുഡ് വാരി തന്നത്. അതിലൊരാളാണ് എൻ്റെ വീഡിയോ എടുക്കരുത്, അവൾക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറയുകയാണ്. പക്ഷേ ഞാൻ വിട്ടു കൊടുക്കുമോ? ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ പൂജേൻ്റെ അവധിക്ക് പോയി. അവൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫ്രണ്ട് വിജി കേട്ടോ. അവൾക്ക് 1-2 സാധനം വാങ്ങാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോയതാണ്. അങ്ങനെ സാധനം വാങ്ങി ഞങ്ങൾ നേരെ മിൻറ്റോ മാളിലേക്ക് പോയിട്ടോ. വെറുതെ ഒന്ന് അവിടം വരെ ഒന്ന് കയറിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് പോയതാണ്. അവിടെ പോയിട്ട് 1-2 ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവളെ ഞാൻ വണ്ടി കയറ്റി വിട്ടു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വേഗം ചുങ്കത്തുനിന്ന് മീനങ്ങാടി ബസ് കയറി കേട്ടോ. മീനങ്ങാടിയിലെത്തിയപ്പോഴേക്കും നല്ല തകൃതിയായ മഴയാണ്. എനിക്ക് മീനങ്ങാടിയിൽ നിന്ന് നേരെ നമ്മുടെ കുഞ്ഞൂസിൻ്റെ നാടോടി നൃത്തത്തിനുള്ള ഡ്രസ്സ് റെൻറ്റിനുള്ളത് പോയി വാങ്ങാനുണ്ട് കേട്ടോ. അവിടെ നിന്ന് നേരെ ഞാൻ കമ്പളക്കാട് വന്നിട്ട് ഡ്രസ്സും എടുത്തിട്ട് നേരെ ഞാൻ ബസ് കയറിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതാണ്. ചെറിയ തിരക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സീറ്റ് കിട്ടി. ഞാൻ അവിടെ ഇരുന്ന് നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ട് പതിയെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. പിറ്റേ ദിവസമാണ് നമ്മുടെ കുഞ്ഞൂസിൻ്റെ പരിപാടി. അപ്പോൾ അതിനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ.